പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ എഡിഷൻ 2-ാം ഭാഗം. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു. യബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതോണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. 2-ാം അധ്യായം. അനുഗ്രഹിക്കുന്ന ദൈവം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്ന പോലെ യബേസിൻ്റെ പ്രാർത്ഥനയിലെയും അപേക്ഷകൾ കാര്യമാത്ര പ്രസക്തമാണ്. ജൽപ്പനങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നില്ലല്ലോ. നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ശരിയായ അപേക്ഷകളായിരിക്കണം. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയും പഴയ നിയമത്തിലെ യബേസിൻ്റെ പ്രാർത്ഥനയും ഏതൊരു ദൈവവൈതലിനും എപ്പോഴും ആവർത്തിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. യബേസിൻ്റെ പ്രാർത്ഥനയിലെ പ്രധാനമായും 3 കാര്യങ്ങളാണ് അവൻ ദൈവത്തോട് ചോദിച്ചത്. 1, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. 2, എൻ്റെ അതിരുകൾ വിശാലമാക്കണം. 3, നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമാകാതെ സൂക്ഷിക്കണം. യബേസ് പ്രാർത്ഥിച്ച 3 കാര്യങ്ങളിൽ ആദ്യത്തേത് അനുഗ്രഹത്തിനായുള്ള അപേക്ഷയാണ്. ബൈബിളിൽ അനുഗ്രഹത്തിന് എപ്പോഴും ഒരു ആത്മീയ മാനമുണ്ട്. ആത്മീയതയോട് ചേർന്ന് വരുന്ന ഭൗതിക നന്മകളും നമുക്ക് അനുഗ്രഹത്തിൽ ഉൾപ്പെടുത്താം. എങ്കിലും പ്രഥമ പരിഗണന ഭൗതിക ഉയർച്ചയ്ക്കല്ല. യബേസിൻ്റെ പ്രാർത്ഥനയിലെ ആദ്യ അപേക്ഷ ആത്മീയതയ്ക്കും ദൈവികതയ്ക്കുമായുള്ള തൻ്റെ വാഞ്ചയായിരുന്നു. അവൻ്റെ പ്രാർത്ഥനയുടെ വിജയത്തിൻ്റെ കാരണവും അനുഗ്രഹത്തിന് 1-ാം സ്ഥാനം നൽകി അപേക്ഷിച്ചതാണ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മുടെ ഏത് പ്രാർത്ഥനയുടെ മാതൃകയായി നമുക്ക് എടുക്കുവാൻ കഴിയുന്നത് നല്ലതാണ്. അതിലെ ആദ്യത്തെ 3 അപേക്ഷകളും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളായിരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. മത്തായി 6-ാം അധ്യായം 9-10 വചനങ്ങൾ. ഈ 3 യാചനകളും അർപ്പിച്ച ശേഷമാണ് നമ്മുടെ ആഹാരത്തിനും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശു പഠിപ്പിച്ചത്. എന്താണ് അനുഗ്രഹം? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 22-28 വാക്യങ്ങളിൽ ബൈബിളിൽ ആദ്യമായി അനുഗ്രഹമെന്ന പദം നാം കാണുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് ബൈബിളിൽ അവസാനം അനുഗ്രഹമെന്ന പദം നാം കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉൽപ്പത്തി 1-ാം അധ്യായം തൊട്ട് ബൈബിളിലെ അവസാനത്തെ അധ്യായമായിരിക്കുന്ന വെളിപ്പാട് 22 വരെ ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് അനുഗ്രഹം. നാം ഒന്ന് എണ്ണി നോക്കിയാൽ ഏകദേശം 365 പ്രാവശ്യമെങ്കിലും അനുഗ്രഹമെന്ന പദം വിശുദ്ധ ബൈബിളിലുണ്ട്. ഭയപ്പെടേണ്ട എന്നൊരു വാക്ക് 365 പ്രാവശ്യം തിരുവെഴുത്തിലുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അനുഗ്രഹമെന്ന പദവും 365 പ്രാവശ്യത്തിൽ കുറയാതെ വിശുദ്ധ ബൈബിളിലുണ്ട്. അതെന്താണ് അർത്ഥമാക്കുന്നത്? വർഷത്തിലെ 365 ദിവസവും 12 മാസവും 52 ആഴ്ചകളും അതിലെ ഓരോ ദിനങ്ങളിലും നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തനാണ്. അതിനായി ദൈവം ആഗ്രഹിക്കുന്നു. ഹഗ്ഗായി 2:19 നാം വായിക്കുന്നത്, ദൈവജനം തൻ്റെ പദ്ധതിയിലേക്ക് മടങ്ങി വന്നപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നാമേ ദൈവത്തിൻ്റെ പദ്ധതിയിലും ദൈവത്തിൻ്റെ ഹിതത്തിലുമാണെങ്കിൽ വർഷത്തിലെ 365 ദിവസവും മാസത്തിലെ 31 ദിവസവും ആഴ്ചയിലെ 7 ദിവസവും നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും. ആരാധന നടക്കുന്ന പ്രത്യേക ദിവസത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും നമ്മെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ശക്തനാണ്, മതിയായവനാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നാം വളരെയധികം ഉപയോഗിക്കുന്ന വാക്കുകളിലൊന്നാണ് അനുഗ്രഹം. ആരും കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നതും കേട്ടാലും മതിവരാത്തതുമായ പദമാണ് അനുഗ്രഹം. മിക്ക പദങ്ങളും ആവർത്തിച്ച് ഉപയോഗിക്കുമ്പോൾ വിരസത തോന്നും.
എന്നാൽ നിരന്തരം പറഞ്ഞാലും ഉപയോഗിച്ചാലും മടുപ്പോ വിരസതയോ തോന്നാത്ത വാക്കാണ് അനുഗ്രഹം. വിജയം എന്നല്ല ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അനുഗ്രഹമെന്നാണ്. മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഉയർന്ന സ്ഥാനത്തെയാണ് വിജയമെന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അനുഗ്രഹം മറ്റാരെയും തോൽപ്പിക്കുന്നതല്ല, അനുഗ്രഹം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അനുഗ്രഹം കേവലം ഒരു പദമല്ല, ഒരനുഭവമാണ്. സവിശേഷമായ ഒരു ജീവിത നിലവാരമാണ്. പ്രയോജനകരമായ ശുശ്രൂഷയാണ്. അനുഗ്രഹീത മനുഷ്യൻ, അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവം, എത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ, അനുഗ്രഹീതനായ ദൈവദാസൻ എന്നൊക്കെ നാം സാധാരണ ഉപയോഗിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഒരു അനുഗ്രഹമായിരുന്നു എന്ന് നാം പറയാറുണ്ട്. ഓരോരുത്തരും ഉള്ളിലെങ്കിലും താലോലിക്കുന്ന പദമാണ് അനുഗ്രഹം. ഏവരും കൊതിക്കുന്ന ജീവിതമാണ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. അനുഗ്രഹം നമ്മിൽ കുറയുമ്പോൾ നമുക്ക് ആത്മാവിൽ അനുഭവപ്പെടാം. അത് നമ്മിൽ വർദ്ധിക്കുമ്പോഴും നമുക്കത് അറിയുവാൻ കഴിയുന്നു. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീയ നിലവാരത്തിലും ശുശ്രൂഷയിലും ജീവിത തലങ്ങളിലും നാം ആയിരിക്കുന്നുവെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയും. എപ്പോൾ നാം നിമിത്തം ദൈവനാമത്തിന് മഹത്വവും മറ്റുള്ളവർക്ക് അനുഗ്രഹവും ലഭിക്കുന്നുവോ, അപ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അനുഗ്രഹത്തിൽ ദൈവത്തിൻ്റെ കൃപയുണ്ട്, കർത്താവിൻ്റെ സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്, ജീവിതത്തിൽ സംതൃപ്തിയുണ്ട്, നിറവുണ്ട്, ജീവനുണ്ട്, വളർച്ചയുണ്ട്, പുരോഗതിയുണ്ട്, മുന്നേറ്റമുണ്ട്, അഭിവൃദ്ധിയുണ്ട്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള നിറഞ്ഞ പ്രത്യാശയുണ്ട്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി എന്താണെന്നറിയാമോ? ഉൽപ്പത്തി 1:28 നാം വായിക്കുന്നുണ്ട്, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇതിലൂടെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി അനുഗ്രഹിക്കുക എന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സകലവും ദൈവം തൻ്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം തൻ്റെ പ്രവൃത്തിയിലൂടെ നിർമ്മിച്ചു. ആണും പെണ്ണുമായി മനുഷ്യനെ നിർമ്മിച്ച ശേഷം ദൈവം ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി അവരെ അനുഗ്രഹിക്കുക എന്നതായിരുന്നു. പാപം പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു. മനുഷ്യനുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അവനെ അനുഗ്രഹിക്കുക എന്നതാണ്. മനുഷ്യൻ്റെ രക്ഷയും വീണ്ടെടുപ്പും നിത്യതയും എന്നിങ്ങനെ സകലവും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഇതെല്ലാം തന്നെ മനുഷ്യനെ എല്ലാവിധത്തിലും അനുഗ്രഹിക്കുക എന്നതാണ് ദൈവം ഇന്നും ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ദൈവം മനുഷ്യർക്ക് ആദ്യം നൽകിയ അനുഗ്രഹത്തിൽ പ്രധാനമായി 3 കാര്യങ്ങളുണ്ട് എന്ന് ആ തിരുവെഴുത്ത് സൂചിപ്പിക്കുന്നു. 1, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുക. 2, അടക്കി വാഴുക. 3, ഇത് നിങ്ങൾക്കുള്ള ആഹാരം. എന്താണ് പെരുകി വർദ്ധിക്കുക? പ്രഥമ അനുഗ്രഹത്തിൽ തന്നെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാൻ ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു. മക്കളില്ലാത്ത അനേകർക്ക് സന്താനങ്ങളെ നൽകിക്കൊണ്ട് കാലാകാലങ്ങളിൽ ആ അനുഗ്രഹത്തെ ദൈവം തന്നെ ശരിവച്ചിട്ടുണ്ട്. അബ്രഹാം സാറ ദമ്പതികൾ, ഇസഹാക്ക് റിബേക്ക ദമ്പതികൾ, യാക്കോബ് റാഹേൽ, എൽക്കാന ഹന്ന മനോഹയും ഭാര്യയും, ശൂന്യംകാരത്തി അവളുടെ ഭർത്താവ്, പുതിയ നിയമത്തിൽ സെക്കരിയാവ്, എലിസബത്ത് എന്നിങ്ങനെ കുറഞ്ഞത് 7 ദമ്പതികൾക്ക് അത്ഭുതകരമായ നിലയിൽ മക്കളെ നൽകി ദൈവം ആദരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയും. ദൈവം അനുഗ്രഹിച്ചിട്ട് ഇസ്രായേലിയർ അത്യന്തം പെരുകിയെന്ന് നാം സങ്കീർത്തനം 107:38 വായിക്കുന്നു. അത് പലയിടത്തും നാം ആവർത്തിച്ച് കാണുകയും ചെയ്യുന്നു. പഴയ നിയമത്തിലെ എല്ലാറ്റിനും പുതിയ നിയമത്തിലൊരു ആത്മീയ മാനമുണ്ട്. അതായത് ഓരോ വിശ്വാസിക്കും ആത്മീയ സന്താനങ്ങളുണ്ടാകണം. ജീവനുള്ളവയുടെ സവിശേഷതകളിലൊന്ന് പ്രത്യുൽപാദന ശേഷിയാണ്. ആത്മീയ ജീവനുള്ളവർക്ക് ആത്മീയ സന്താനങ്ങളുണ്ടാകും. പൗലോസ് സുവിശേഷത്താൽ അനേകരെ ജനിപ്പിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ നിങ്ങൾക്ക് അനേക ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാവായി ഞാനേ ഉള്ളൂ എന്ന്. 1 കൊരിന്ത്യർ 4:15. മിക്ക സസ്യങ്ങളും നിൽക്കുന്നിടത്ത് തന്നെ അതിൻ്റെ തൈകളെ ജനിപ്പിക്കുന്നു.
ഒരു വിശ്വാസി സഞ്ചാര സുവിശേഷകനല്ലെങ്കിൽ പോലും നല്ലൊരു വിശ്വാസിയെങ്കിൽ ആയിരിക്കുന്നിടത്ത് തന്നെ സുവിശേഷത്താൽ അനേകരെ ജനിപ്പിക്കുവാൻ സാധിക്കും. അനുഗ്രഹത്തിൽ വർധനവുണ്ട്. പുതിയ നിയമസഭയുടെ ആരംഭത്തിൽ തന്നെ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി എന്ന് നാം ആവർത്തിച്ച് വായിക്കുന്നു. ആദിയിൽ ആദമിന് നൽകിയ ആ അനുഗ്രഹം പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അത്. പുതിയ നിയമത്തെക്കുറിച്ച് ദൈവം പഴയ നിയമത്തിൽ തന്നെ വാഗ്ദത്തം നൽകിയ ഭാഗം എഗസ്കേൽ 36:25 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ച് കൊടുക്കുമെന്നാണ്. ആദമിൽ ഹൗവ മറഞ്ഞിരുന്നു. ഗാഠനിദ്ര വരുത്തി ഹൗവയെ ദൈവം സൃഷ്ടിച്ചു. ഒടുക്കത്തെ ആദമായ ക്രിസ്തുവിൽ സഭയായ മണവാട്ടി മറഞ്ഞു കിടക്കുകയായിരുന്നു. കാൽവറിയിൽ ക്രിസ്തു അറക്കപ്പെട്ടപ്പോൾ സഭയെന്ന കാന്ത പുറത്തു വന്നു. ദൈവം ആദിയിൽ ആദമിനും ഹൗവയ്ക്കും നൽകിയ വർധനവിൻ്റെ അനുഗ്രഹം ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ പുതിയ നിയമ സഭയ്ക്കുള്ളതാണ്. പെരുകി വർദ്ധിക്കുക എന്ന ദൈവിക അനുഗ്രഹം ഈ കാലത്ത് സഭ ഏറ്റെടുക്കണം. വചനം പരന്ന് ക്രിസ്തു ശിഷ്യന്മാരുടെ എണ്ണം ഈ തലമുറയിൽ പെരുകി വർദ്ധിക്കട്ടെ. വാഴുക എന്നതാണ് ദൈവം ആദമിന് നൽകിയ രണ്ടാമത്തെ അനുഗ്രഹം. ലോകം സഭയെ വാഴരുത്, ദൈവത്തിൻ്റെ സഭ അവയെ അടക്കി വാഴണം. തിന്മകളും ദുഷ്ടതകളും പരീക്ഷകളും നമ്മെ വാഴരുത്, പ്രലോഭനങ്ങൾ നമ്മെ വാഴരുത്. സാത്താൻ നമ്മിൽ കർത്തൃത്വം നടത്തരുത്. പണം നമ്മുടെ യജമാനനാകരുത്. സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് നാം തെറ്റിപ്പോകരുത്. അവയെല്ലാം നാം വാഴണം. അവയുടെ മേൽ നാം ജയാളികളാകണം. അതാണ് അനുഗ്രഹം. പിശാചോ ലോകമോ വാഴാത്ത പുതിയ നിയമസഭയാണ് അനുഗ്രഹിക്കപ്പെട്ട സഭ. ജഡമോ ലോകമോ പിശാചോ വാഴാത്ത വിശ്വാസിയാണ് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസി. ദൈവം ആദമിന് നൽകുന്ന മൂന്നാമത്തെ അനുഗ്രഹം ആഹാരത്തോളം ബന്ധത്തിലാണ്. ദൈവം ആദമിനെ നൽകിയ അനുഗ്രഹത്തിൻ്റെ കൂട്ടത്തിൽ ആഹാരമുണ്ടായിരുന്നു. ആഹാരത്തിൻ്റെ കുറവ് ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് ആഹാരം അനുഗ്രഹമായി തോന്നുകയില്ലായിരിക്കാം. മനുഷ്യൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യമാണ് വിശപ്പും ദാഹവും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശന്നിരിക്കുന്നവർക്ക് ശരിയായതും മതിയായതുമായ ആഹാരം ദൈവം നൽകിയിട്ടുണ്ട്. ക്ഷാമകാലത്തും ദൈവം തൻ്റെ ദാസന്മാരെ, വിശ്വസ്തന്മാരെ ക്ഷേമമായി പോഷിപ്പിച്ചത് ദൈവാനുഗ്രഹത്തിൻ്റെ തെളിവത്രേ. വിശന്നുറങ്ങിപ്പോയ ഏലിയ പ്രവാചകനെ തട്ടിയുണർത്തി ദൈവം ഭക്ഷണം നൽകി. ഒന്നല്ല 2 പ്രാവശ്യം. ഭക്ഷണം കൊടുത്ത ശേഷമാണ് ദൂരയാത്ര ചെയ്യുവാനുള്ള നിയോഗം ദൈവം ഏലിയാവിന് നൽകിയത്. 1 രാജാക്കന്മാർ 19:5 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. ക്ഷാമകാലത്ത് ഏലിയ പ്രവാചകനെ മാത്രമല്ല, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ വിശ്വസിച്ച ജാതീയ സ്ത്രീയായിരുന്ന സരേഫാത്തിലെ വിധവയെപ്പോലും ദൈവം അത്ഭുതകരമായി പരിപോഷിപ്പിച്ചു. പുരുഷാരത്തിനും ശിഷ്യന്മാർക്കും യേശുക്രിസ്തു 1 പ്രാവശ്യം അത്ഭുതകരമായി ഭക്ഷണം നൽകി തൃപ്തി വരുത്തി. അന്നുള്ള ആഹാരത്തിനായുള്ള അപേക്ഷ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ കർത്താവ് ഉൾപ്പെടുത്തി. മനുഷ്യൻ്റെ ആഹാരകാര്യത്തിലും കരുതലുള്ളവനാണ് നമ്മുടെ ദൈവം. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ മുതൽ സകലത്തിലും സമർത്ഥ്യ നൽകി അനുഗ്രഹിക്കുന്ന കർത്താവാണ് ബൈബിളിലെ ദൈവം. അനുഗ്രഹം എന്ന പദം തിരുവെഴുത്തിൽ നമ്മൾ അടുത്തതായി കാണുന്നത് ഉൽപ്പത്തി 2:3 ആദമിനെ അനുഗ്രഹിച്ച ദൈവം അടുത്ത ദിനം മറ്റൊരു അനുഗ്രഹ പ്രവൃത്തി നിർവഹിച്ചു. അതിപ്രകാരം നാം വായിക്കുന്നു, ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഇവിടെ ഒരു ദിവസത്തെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ആദമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നത് 6-ാം ദിവസമാണ്. ആദമിനെയും ഹവ്വയെ സംബന്ധിച്ച് അവർക്ക് ദൈവം നൽകുന്ന ആദ്യ പൂർണ്ണ ദിവസം അനുഗ്രഹീതമായ ഈ 7-ാം ദിനമാണ്. ആ ദിവസം സ്വസ്ഥതയുടെ ദിവസം കൂടിയാണ്. അങ്ങനെ മനുഷ്യർക്ക് ലഭിച്ച ആദ്യ ദിനം സ്വസ്ഥതയുടെ ദിനമായിരുന്നു. അത് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കപ്പെട്ട ദിവസമായിരുന്നു. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത് നമുക്ക് നൽകുന്ന ചില ആത്മീയ സന്ദേശങ്ങളുണ്ട്. നമ്മുടെ ദിവസങ്ങളെയും അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും. സമയങ്ങളും കാലങ്ങളും നമ്മുടെ ദൈവമായ യഹോവയുടെ കയ്യിലിരിക്കുന്നു.
അവിടുന്ന് അവയെ അനുഗ്രഹിക്കുന്നു. ചില ദിവസങ്ങൾ കൊള്ളത്തില്ല, അതേ അനുയോജ്യമല്ല, അനുഗ്രഹത്തിന് മുഖാന്തരമാകുകയില്ല എന്ന് ലോകം നമ്മളോട് പറയുമായിരിക്കും. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുക, നിന്റെ സകല ജീവിത ദിനങ്ങളെയും അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തനാണ്. ലോകപ്രകാരം, ഭൂമിയിലെ ഏതെങ്കിലും ശാസ്ത്രപ്രകാരം ഇന്ന ദിവസം കൊള്ളത്തില്ല എന്ന് മനുഷ്യരോ മറ്റ് വിധികർത്താക്കളോ വിധി എഴുതിയാലും അത് കേട്ട് ചിന്തിച്ച് നീ ഭയപ്പെടരുത്. ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളെയും അനുഗ്രഹിപ്പാൻ ശക്തനാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ നമുക്ക് ശുദ്ധി ഉണ്ടാകും. 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിക്കുക മാത്രമല്ല, ശുദ്ധീകരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഒരു ശുദ്ധീകരണമുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധി വർദ്ധിക്കും. അതാണ് ദൈവിക അനുഗ്രഹത്തിൻ്റെ മാറ്റമില്ലാത്തൊരു തെളിവ്. ദൈവത്തിങ്കിലുള്ള നമ്മുടെ വിശുദ്ധി വർദ്ധിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പണമോ സ്ഥാനമാനങ്ങളോ കൂടുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനുഷ്യൻ വിധി എഴുതും. എന്നാൽ ദൈവം ഒരുവനെ അനുഗ്രഹിക്കുമ്പോൾ അവൻ്റെ വിശുദ്ധിയും ആത്മീയ നിലവാരവുമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രേഷ്ഠകരമായ ദൈവിക അനുഗ്രഹത്തിൻ്റെ തെറ്റിപ്പോകാത്ത അടയാളം അതാണെന്ന് എപ്പോഴും ഓർത്തുകൊള്ളുക. ദൈവിക അനുഗ്രഹത്തിൽ ഒരു സ്വസ്ഥത കൂടിയുണ്ട്. 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. അന്ന് സ്വസ്ഥമായിരുന്നു. ദൈവിക അനുഗ്രഹത്തിൻ്റെ മറ്റൊരു തെളിവാണിത്, സ്വസ്ഥത. ദൈവം തരുന്ന അനുഗ്രഹം നമ്മുടെ സ്വസ്ഥതയെ കെടുത്തുന്നില്ല, അത് നമുക്ക് സ്വസ്ഥതയെ നൽകിത്തരുന്നു. അന്യായമായി നേടുന്നത് നമ്മുടെ സ്വസ്ഥതയെ കെടുത്തിക്കളയും. ഒന്നും നടക്കുന്നതിന് മുന്നമേ തന്നെ കാര്യങ്ങളെല്ലാം ശുഭമാകും എന്നുള്ള വലിയ സ്വസ്ഥത ദൈവിക അനുഗ്രഹത്തിലുണ്ട്. സകല ബുദ്ധിയെയും അതിജീവിക്കുന്ന ദൈവസമാധാനമാണ് സ്വസ്ഥത. അനുഗ്രഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ അബ്രഹാമിനെ പരാമർശിക്കാതെ മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. ആദമിലൂടെ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു നല്ല തലമുറയെ, നല്ലൊരു വംശത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവനാണ് അബ്രഹാം. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അവനോട് ആവർത്തിച്ച് പറയുന്ന കാര്യം അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ഉൽപ്പത്തി 12:1 മുതൽ 4 വരെ അബ്രഹാമിൻ്റെ വിളി രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗത്തെ 5 പ്രാവശ്യം അനുഗ്രഹമെന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. അതിൽ 4 പ്രാവശ്യവും അനുഗ്രഹം നിവർത്തിക്കുന്നത് ദൈവം തന്നെയാണ്. ഇങ്ങനെ നാം ആ വേദഭാഗം കാണുന്നു: ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം അനുസരിച്ചു, അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. നാം ദൈവത്തെ അനുസരിച്ചാൽ ദൈവം നമ്മെയും അനുഗ്രഹിക്കും. മറ്റുള്ളവർ എന്ത് പറയും, എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്ത് ദൈവത്തെ അനുസരിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ള ഭീരുക്കളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് എങ്ങനെ കഴിയും? ത്യാഗത്തോടെ ദൈവത്തെ അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, അനുഗ്രഹ സമർത്ഥമാക്കുവാൻ ദൈവവും തയ്യാറാണ്. ദൈവം ഒരുവനെ അനുഗ്രഹിക്കുമ്പോൾ അവൻ്റെ പേര് വലുതാകും. അവൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരും. അവനെ അനുഗ്രഹിക്കുന്നവർ പോലും അനുഗ്രഹിക്കപ്പെടും. അവനിലൂടെ അനേക വംശങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം പരിശുദ്ധാത്മാവ് നൽകും. അബ്രഹാമിന് ദൈവം മറ്റൊരിക്കൽ കൊടുത്ത വാഗ്ദത്തം ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്നാണ്. തൻ്റെ ഏകജാതനായ മകനെ അർപ്പിക്കുവാൻ പറഞ്ഞപ്പോഴും അബ്രഹാം അനുസരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും വാഗ്ദത്തം നൽകി: ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഉൽപ്പത്തി 22:18 വചനം. മുൻപ് ദൈവത്തെ അനുസരിച്ച് അബ്രഹാം ഇവിടെ വലിയ വില നൽകി ദൈവത്തെ വീണ്ടും അനുസരിച്ചു. അതുകൊണ്ടാണ് ഐശ്വര്യമായുള്ള അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം ദൈവം നൽകിയത്. നീ അനുസരിച്ചാൽ ദൈവം നിന്നെ ഉറപ്പായി അനുഗ്രഹിക്കും. വീണ്ടും വീണ്ടും നീ ദൈവത്തെ അനുസരിച്ചാൽ ദൈവം നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അനുസരണത്തിലൂടെയാണ് അനുഗ്രഹം. ആവർത്തിച്ചുള്ള അനുസരണത്തിലൂടെയാണ് ഐശ്വര്യമായ അനുഗ്രഹം. ഒരു വീട്ടിൽ എല്ലാം ഉണ്ടെങ്കിലും അടുക്കും ചിട്ടയുമില്ലാതെ സകലതും അലങ്കോലമായി എന്നും കിടക്കുകയാണെങ്കിൽ നാം അറിയാതെ പറഞ്ഞു പോകും:
അവിടെ എല്ലാമുണ്ട്, പക്ഷേ ഒരു ഐശ്വര്യമില്ല. അധികമൊന്നുമില്ലെങ്കിലും ഭംഗിയും ശാന്തതയും ഉണ്ടെങ്കിൽ ആ വീടിനെ നോക്കി നാം നേരെ തിരിച്ചു പറയും, ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതായത് യഥാസമയം മനോഹരമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തോടും ശുശ്രൂഷയോടും ഒട്ടിച്ചു ചേർത്ത് നമ്മെ തേജസ്സിലേക്ക് നടത്തുന്നതാണ് ഐശ്വര്യമായ അനുഗ്രഹം. അനുഗ്രഹത്തിന് 2 തലങ്ങളുണ്ട് എന്ന് മറന്നു പോകരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ 1-ാം തലം. നമ്മിലൂടെ ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത് ദൈവിക അനുഗ്രഹത്തിൻ്റെ 2-ാം തലമാണ്. നിറഞ്ഞു കവിയുന്നു എന്നാണല്ലോ സങ്കീർത്തനം 23:5 നാം വായിക്കുന്നത്. എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. നിറയുന്നത് നമുക്ക് വേണ്ടി, അത് അനുഗ്രഹത്തിൻ്റെ 1-ാം തലം. കവിയുന്നത് ഒഴുകാൻ വേണ്ടിയാ, ഒഴുകുന്നത് മറ്റുള്ളവർക്കായിട്ടാ, അതാണ് അനുഗ്രഹത്തിൻ്റെ 2-ാം തലം. അനുഗ്രഹങ്ങൾ നമ്മളിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുമ്പോൾ അത് അനേകർക്ക് നന്മയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, 1-ാം തലത്തിൽ മാത്രം ഒതുങ്ങരുത്, 2-ാം തലത്തിലേക്ക് നാം ഉയരണം. 2-ാം തലത്തിൽ ദൈവം നമ്മുടെ ശബ്ദത്തെയും വിശ്വാസത്തെയും കഴിവുകളെയും പ്രാപ്തിയെയും വരങ്ങളെയും സ്വഭാവത്തിലെ നന്മകളെയും നമ്മുടെ നന്മകളെയും നേതൃത്വ പാടവത്തെയും സാധ്യതകളെയും പണത്തെയും നമ്മെ തന്നെയും മറ്റുള്ളവരുടെ ആത്മീയ അനുഗ്രഹത്തിനായി അഭിവൃദ്ധിക്കായി ഉപയോഗിക്കുന്നു. ക്രിസ്തുവിലൂടെ സഭയ്ക്കും ജാതികൾക്കും ലഭിക്കേണ്ട സ്വർഗീയ അനുഗ്രഹങ്ങൾ ഒഴുകേണ്ട ചാനലുകളാണ് നാം. അത് നിരന്തരമായി നമ്മിലൂടെ ഒഴുകുവാൻ നാം അനുവദിക്കണം. മറ്റുള്ളവരെ നാം അനുഗ്രഹിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെന്ന് വചനം നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ അവർ മാത്രമല്ല, നമ്മുടെ അനുഗ്രഹത്തിൻ്റെ അളവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് സംശയമേതുമില്ല. നമ്മേക്കാൾ ആത്മീകത്തിൽ ബലഹീനരായവരെ നാം അനുഗ്രഹിക്കണം. നമ്മേക്കാൾ ആത്മീകത്തിൽ ബലമുള്ളവരുടെ അനുഗ്രഹം നാം സ്വീകരിക്കണം. നാം അനുഗ്രഹിക്കേണ്ട 4 കൂട്ടരെക്കുറിച്ച് ബൈബിൾ വ്യക്തമാക്കുന്നു. 1, ദോഷം ചെയ്യുന്നവരെ നാം അനുഗ്രഹിക്കണം. നമ്മുടെ ശത്രുക്കളെയും നമുക്ക് ദോഷം ചെയ്യുന്നവരെയും നാം അനുഗ്രഹിക്കുന്നവരാകണമെന്ന് ക്രിസ്തുയേശു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കൊണ്ട് ശപിക്കാതെ അനുഗ്രഹിക്കുന്നവരായിരിപ്പീനെന്ന് 1 പത്രോസ് 3:9 വചനം. ശത്രുക്കളെ സ്നേഹിപ്പാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും യേശു അരുളി ചെയ്തു. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ, പ്രതികാരം ചെയ്യാതെ കാര്യം ദൈവത്തിങ്കൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നാം ശത്രുക്കൾക്ക് നന്മ ചെയ്യുവാൻ പൗലോസും ആത്മനിയോഗിതനായി എഴുതിയിട്ടുണ്ട്. മത്തായി 5:44 റോമർ 12:14 വാക്യവും 19-20 വാക്യങ്ങളൊക്കെ നോക്കുക. യേശു അകാരണമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഭരമേൽപ്പിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നവർക്കായി പ്രാർത്ഥിച്ചു. 2ാമത് നാം അനുഗ്രഹിക്കേണ്ടത് നമ്മുടെ മക്കളെയാണ്. മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിക്കുന്നവരായിരിക്കണമെന്ന് ബൈബിൾ നമ്മോട് കൽപ്പിക്കുന്നു. മക്കളനുസരിക്കാതെ വരുമ്പോൾ, പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ വരുമ്പോൾ ശപിക്കുവാനോ ശാപസൂചകമായ വാക്കുകൾ പറയുവാനോ മാതാപിതാക്കൾ പരീക്ഷിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നോഹ തൻ്റെ മക്കളായ ശേമിനെയും യാഫെത്തിനെ അനുഗ്രഹിച്ചു. അവരുടെ തലമുറകൾ അനുഗ്രഹീതരായി തീർന്ന ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദോഷം ചെയ്ത ഹാമിനെയും അവൻ്റെ മകനായ കനാനെയും ശപിച്ചതിനാൽ അവരുടെ തലമുറകളിൽ ആ ശാപം വന്നു. ഇസ്ഹാക്കിനെ നോക്കുക. ഇസ്ഹാക്ക് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചു. യാക്കോബ് തൻ്റെ 12 മക്കളെയും വിളിച്ച് അനുഗ്രഹിച്ചതായി ഉൽപ്പത്തി 49 സാക്ഷിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ജനതയിൽ എന്നും ഒരു അനുഗ്രഹം നിലനിന്നിരുന്നതായി ചരിത്രം സാക്ഷിക്കുന്നു. ശിശുക്കളെ അനുഗ്രഹിക്കേണ്ടതിനായ മാതാക്കൾ അവരെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു തടസ്സങ്ങളോ ശാരീരിക ക്ഷീണമോ വകവെക്കാതെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതും മക്കളെ അനുഗ്രഹിക്കേണ്ടതിന് ഒരു പാഠമായി കരുതാം. 3ാമത് നാം അനുഗ്രഹിക്കേണ്ടത് നമ്മുടെ അനുയായികളെ അനുഗ്രഹിക്കണം.
നായകനായ മോശ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചു. ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിന് മുൻപായി ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹം ആവിത് എന്ന് ആവർത്തനം 33:1 നാം വായിക്കുന്നു. അതിനുശേഷം ആ അധ്യായത്തിൽ 28 വാക്യങ്ങളും മോശ അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹ വാക്കുകളാണ്. പുരോഹിതന്മാർ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് പഴയ നിയമത്തിൽ ദൈവം കൽപ്പന കൊടുത്തിരുന്നു. അതിനുള്ള അനുഗ്രഹ വാചകവും ദൈവം തന്നെ പറഞ്ഞു കൊടുത്തു. സംഖ്യാപുസ്തകം 6:23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ കാണുക. യേശുവും സ്വർഗാരോഹണ സമയത്ത് കൈ ഉയർത്തി ശിഷ്യഗണത്തെ അനുഗ്രഹിച്ചു. ലൂക്കോസ് 24:50. പൗലോസിൻ്റെ ലേഖനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക ലേഖനങ്ങളും നിർത്തുന്നത് അനുഗ്രഹ വാചകത്തോടാണ്. ഈ ഉദാഹരണങ്ങളിലൂടെയൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യം ആത്മീയ നേതൃത്വം അനുയായികളെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നാം പറയുന്ന ആശീർവാദവും അനുഗ്രഹവാചകമാണ്. അത് ഹൃദയപൂർവ്വം ദൈവശക്തിയോടെ ചെയ്യുന്നുവെങ്കിൽ ആ അനുഗ്രഹം ജനത്തിന്മേൽ വസിക്കുവാൻ ഇടയാകും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം അനുഗ്രഹിക്കുമ്പോൾ അവിടുത്തെ നാമം അവരിൽ വെക്കുകയാണ്. അപ്പോൾ കർത്താവ് അവരെ അനുഗ്രഹിക്കും. നാം അനുഗ്രഹിക്കേണ്ട നാലാമത്തെ കൂട്ടർ കുടുംബമാണ്. ജോലിയുടെയും ശുശ്രൂഷയുടെയും ഒക്കെ തിരക്കിൽ കുടുംബത്തെ മറക്കരുത്. പണമുണ്ടാക്കുവാനുള്ള വ്യഗ്രതയിൽ കുടുംബത്തെ അവഗണിക്കരുത്. വളരെ തിരക്കുള്ള ശുശ്രൂഷയ്ക്ക് ശേഷം ദാവീദ് തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ മടങ്ങി വന്നുവെന്ന് 1 ദിനവൃത്താന്തം 16:43 വായിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കെതിരെ ദോഷം ചെയ്യുന്നവരെ നാം അനുഗ്രഹിക്കണം. നമ്മുടെ തലമുറകളെ നാം അനുഗ്രഹിക്കണം. ആത്മീയ നായകന്മാർ അവരുടെ അനുയായികളെ, വിശ്വാസികളെ അനുഗ്രഹിക്കണം. നമ്മുടെ കുടുംബത്തെ നാം അനുഗ്രഹിക്കണം. മൽക്കിസദേക്കിൻ്റെ ക്രമം അറിയാമോ? ഉൽപ്പത്തി 14:17 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നാം മൽക്കിസദേക്കിനെ കുറിച്ച് ബൈബിളിൽ ആദ്യമായി വായിക്കുന്നു. അബ്രഹാം യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ മൽക്കിസദേക്ക് അവനെ എതിരേറ്റ് അവനെ അനുഗ്രഹിച്ചു. മൽക്കിസദേക്ക് അവനെ അനുഗ്രഹിച്ചതുകൊണ്ട് സോദോം രാജാവിൻ്റെ ഔദാര്യത്തിന് അബ്രഹാമിന് കാത്തു നിൽക്കേണ്ടി വന്നില്ല. യേശു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള പുരോഹിതനാണ്. എന്താണ് മൽക്കിസദേക്കിൻ്റെ ക്രമം? യുദ്ധത്തിൽ ജയിക്കുന്നവരെ അനുഗ്രഹിക്കുകയാണ് മൽക്കിസദേക്കിൻ്റെ ക്രമം. ഇന്നും യേശു ചെയ്യുന്നത് അതാണ്. ആത്മീയ പോരാട്ടത്തിൽ ജഡത്തെയും പിശാചിനെയും തോൽപ്പിക്കുന്നവരെ യേശു അനുഗ്രഹിക്കുന്നു. പാപത്തെ തോൽപ്പിക്കുന്നതിൽ നീയും ജയിച്ചാൽ യേശുവിൻ്റെ അനുഗ്രഹം നിനക്കുണ്ടാകും. യേശുക്രിസ്തു നിന്നെ അനുഗ്രഹിച്ചാൽ മനുഷ്യൻ്റെ ഔദാര്യത്തിന് നോക്കി നിൽക്കേണ്ടി വരികയില്ല. നമ്മെ വിളിച്ചിരിക്കുന്നത് യേശുവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനുമാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം അപ്പോസ്തലപ്രവൃത്തി 3:26 നാം വായിക്കുന്നുണ്ട്. നിങ്ങൾക്കാദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെയും അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പോൾ പാപത്തിൽ നിന്നുള്ള വിടുതലും സ്വാതന്ത്ര്യവുമാണ് ഒരുവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് യേശുക്രിസ്തു നമുക്ക് ചെയ്തു തരുന്നത്. കർത്താവ് പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും, ചെയ്തു പോയ തെറ്റുകൾ ക്ഷമിക്കും എന്ന് മാത്രമല്ല, പാപം ചെയ്യാതെ അവയിൽ നിന്ന് നമ്മെ വിടുവിക്കുക കൂടെ ചെയ്യും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കുന്ന ദൈവമത്രേ നമ്മുടെ പിതാവ് എന്ന വചനം എഫേസ്യർ 1:3-4 മറക്കാതിരിക്കുക. ക്രിസ്തു മനുഷ്യനായി വന്നത് ആ അനുഗ്രഹങ്ങൾ നമുക്ക് തരുവാനാണ്. യേശുവിലൂടെ അല്ലാതെ യഥാർത്ഥ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാഞ്ച റോമർ 15:29 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹപൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു. ക്രിസ്തുവിൻ്റെ അനുഗ്രഹപൂർത്തിക്കായുള്ള പൗലോസിൻ്റെ അതിയായ വാഞ്ചയാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത്. തൻ്റെ ശുശ്രൂഷയിൽ അനുഗ്രഹപൂർത്തി, അനുഗ്രഹ സമൃദ്ധി പൗലോസ് ആഗ്രഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. ദൈവദാസന്മാർക്ക് ഈ ആവശ്യബോധം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ അനുഗ്രഹപൂർത്തിക്കായുള്ള വാഞ്ചയും ഒരുക്കവും ഒരു ശുശ്രൂഷകൻ എപ്പോഴും ഉണ്ടായിരിക്കണം. നാം ഒരു അനുഗ്രഹ പാത്രമായിരിക്കണം. നമ്മിൽ നിന്ന് പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനെ തന്നെ ആസ്വദിക്കുവാനും ഭുജിക്കുവാനും ഇടയാകട്ടെ.
ഇവിടെ നാം വായിച്ച തിരുവചന ഭാഗത്ത് എബേസിൻ്റെ ആദ്യത്തെ അപേക്ഷ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു. എബേസിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ ലഭിക്കട്ടെ എന്നൊരു മനോഭാവമല്ലായിരുന്നു. അത് വേണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമെന്ന് അവൻ പ്രാർത്ഥിക്കുന്നത്. അതവൻ്റെ ആവശ്യബോധത്തെ കാണിക്കുക. പലപ്പോഴും നാം കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ട്, എന്നാൽ അത് നിറവേറ്റപ്പെടുന്നില്ല. കാരണം ആഗ്രഹങ്ങൾ ആഴമേറിയതാകുന്നില്ല. നീ അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവന് നൽകി എന്ന് 21-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിലെ ദൈവവചനം നാം ഇഷ്ടപ്പെടുന്നു. എന്നാൽ അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ദൈവവചനം നാം ശ്രദ്ധിക്കണം. അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. അതായത് ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അധരങ്ങളിലൂടെ യാചനകളായി, ദൈവത്തോടുള്ള യാചനകളായി പുറത്തു വരണം. അപ്പോഴാണ് ദൈവം അത് നിവർത്തിക്കുന്നത്. ആഗ്രഹങ്ങൾ തീഷ്ണമെങ്കിൽ അത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കും. ഉള്ളിലെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളായി പുറത്തു വരുമ്പോൾ ദൈവം അതിന് ഉത്തരം വരുള്ളൂ. ദാവീദ് മറ്റൊരിടത്ത് പറയുന്നത് അതുതന്നെയാണ്. ഒരു കാര്യം ഞാൻ അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 27-ന്റെ 4-ാമത്തെ വചനം. അപേക്ഷയും ആഗ്രഹവും ഒന്നായിത്തീരണം. ദൈവത്തിൻ്റെ മറുപടി ലഭിക്കുവാൻ അത് വളരെ ആവശ്യമാണ്. അതാണ് ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന. ഒന്നാഗ്രഹിക്കാതിരിക്കുകയും അതിനായി അപേക്ഷിക്കുകയും ചെയ്തിട്ട് എന്ത് പ്രയോജനം? നാം ഹൃദയപൂർവ്വം ആശിക്കുന്നത് പ്രാർത്ഥിച്ചാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി കിട്ടും. യഥാർത്ഥ ആഗ്രഹമുണ്ടെങ്കിലേ നാം യാചിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. സഭയുടെ ഉണർവിനായി കുറേ നാൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമായി ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് പ്രാർത്ഥന നിർത്തുന്നുവെങ്കിൽ ആഗ്രഹം തീഷ്ണമായിരുന്നില്ല എന്നല്ലേ അത് തെളിയിക്കുന്നത്? സഭയുള്ള കാലത്തോളം നാം സഭയ്ക്കായി പ്രാർത്ഥിക്കണം. നാം ജീവിക്കുന്ന കാലത്തോളം ഉണർവിനായി സഭയ്ക്കായി പ്രാർത്ഥിക്കണം. ദൈവപ്രവൃത്തിക്കായി പ്രാർത്ഥിച്ചിട്ടും പുറമെയുള്ള ദൃഷ്ടിയിൽ പ്രകടമായ വ്യത്യാസം കാണാതെ വരുമ്പോൾ പ്രാർത്ഥന നിർത്തിക്കളയുന്നുവെങ്കിൽ ഉണർവിനായുള്ള ആഗ്രഹം തീവ്രമായിരുന്നില്ല എന്നാണ് അത് സ്പഷ്ടമാക്കുന്നത്. വേണമെങ്കിൽ ദൈവം തരട്ടെ എന്ന തരത്തിലുള്ള പ്രാർത്ഥന അവസാനിപ്പിക്കാം. നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം, നിശ്ചയമായി നീ പ്രവർത്തിക്കണം, നിശ്ചയമായൊരു ഉണർവ് അയക്കണമേ, നിശ്ചയമായി ഒരു കൊയ്ത്ത് സാധ്യമാക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് ഉയരട്ടെ. പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഈ ഒരാഴ്ചയുള്ളൂ. ഈ തലമുറയ്ക്കായി ചെലവിടുവാൻ നമുക്ക് ഈ ആഴ്ചയുള്ളൂ. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് നാം അപ്പോസ്തലപ്രവൃത്തി 13-36 വായിക്കുന്നു. നാമും ഈ തലമുറയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എല്ലാം പൂർത്തിയാക്കണം. അതിനായി നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതിനായുള്ള ദൈവകൃപയുടെ നിറവ് നമ്മളിൽ ലഭിക്കേണ്ടതിനായി ആവശ്യബോധത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ അധ്യായം നിർത്തുന്നതിന് മുൻപായി അനുഗ്രഹമെന്ന പദം ബൈബിളിൽ അവസാനമായി കാണുന്ന വാക്യം കൂടെ നോക്കാം. വെളിപ്പാട് 22-14 ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ കിടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ അഥവാ അനുഗ്രഹിക്കപ്പെട്ടവർ. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? ദൈവമക്കളെ സംബന്ധിച്ച് ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ വസ്ത്രം അതേ അലക്കിക്കൊണ്ടിരിക്കണം. യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം, ദൈവവചനത്താലുള്ള ആ കഴുകൽ, പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണം നാം നിരന്തരമായി പ്രാപിച്ചെങ്കിൽ ഗോപുരങ്ങളിൽ കൂടെ സ്വർഗീയ യെരൂശലേമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കുവാനും അവിടെ കർത്താവിനോട് ചേർന്ന് സന്തോഷത്തോടെ നിത്യത മുഴുവൻ ചെലവഴിക്കുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിത വസ്ത്രം അലക്കിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. അതത്രേ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം. ആ അനുഗ്രഹം നമുക്ക് ലഭിക്കേണ്ടതിനായി ദൈവമേ, നിശ്ചയമായി നീ നിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ച് ജയാളികളായി നമുക്ക് മുന്നേറാം.